കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളം ചർച്ച ചെയ്തിട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. മദ്യം, മയക്കുമരുന്ന്, കൊലപാതകം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. ഇതിലേക്ക് എങ്ങനെയാണ് നമ്മുടെ യുവതലമുറയുടെ മനസ്സെത്തിക്കുന്നത്, അതിനെ സ്വാധീനിക്കുന്ന 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, ഹലോ, ഐ എം ജുനൈസ്. ഐ എം an international mind power trainer and hypnotist. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്നുള്ളത് മെന്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഏരിയാസിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ യുവതലമുറയുടെ മനസ്സ് എങ്ങനെയാണ് ഇത്രത്തോളം കാഠിന്യം പേറുന്നത്, അല്ലെങ്കിൽ പല ക്രൂരതയിലേക്കും പല വിപത്തിലേക്കും പല തെറ്റിലേക്കും ഇവരെ എങ്ങനെയാണ് നയിക്കുന്നത്, അതിനെ സ്വാധീനിക്കുന്ന 5 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ ഘടകം എന്നുള്ളത് പാരന്റ്സ് ആണ്, മാതാപിതാക്കളാണ്. കാരണം ഒരു കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ കോർ ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം, ആ കുട്ടിയുടെ ബിഹേവിയർ, ക്യാരക്ടർ, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഒരു 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലയളവിലാണ്. ഈ കാലയളവിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മാതാപിതാക്കളെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ബിഹേവിയറും ക്യാരക്ടറും അതുപോലെ തന്നെ ഒരുപാട് ബിലീഫ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്നതിൽ നല്ലൊരു പങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, പാരന്റ്സ് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വരുന്നത് ടീച്ചേഴ്സ് ആണ്. ഒരു പ്രായപരിധിക്ക് അപ്പുറം മാതാപിതാക്കളെക്കാൾ കൂടുതൽ സമയം ഈ കുട്ടി സ്പെൻഡ് ചെയ്യുന്നത് അവന്റെ ടീച്ചേഴ്സിന്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ടീച്ചർ അവന്റെ ട്രൂ ആയിട്ടുള്ള സ്കില്ല് കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവന്റെ ട്രൂ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതർവൈസ് അവിടുന്ന് ഒരു ലേസി ആയിട്ടുള്ള കെയറിംഗ് കാര്യങ്ങളാണ് കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടി എന്ത് ചെയ്യും, വഴി പിഴച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് വരുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് സോഷ്യൽ മീഡിയക്കാണ്. അപ്പം ഈ സോഷ്യൽ മീഡിയാസിൽ നമ്മൾ കാണുന്ന വീഡിയോസും അതുപോലെ തന്നെ മൂവീസും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ മൈൻഡിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്, രൂപപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന മൂവീസിൽ സ്മോക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ മദ്യം യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ കൊലപാതകവും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് കാണിക്കുമ്പോൾ ഈ കുട്ടിയുടെ മൈൻഡ് വിചാരിക്കും ഇറ്റ്സ് നോർമൽ എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് എത്തുകയും ഇതിലേക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി അറിയാതെ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് എന്ത്, ഗെയിംസ് എന്നുള്ളത്. നമുക്കറിയാം ഇന്നത്തെ ഗെയിംസിൽ മെജോറിറ്റി ഷൂട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസിലൊക്കെ നമ്മളൊരാളെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് എന്ത് കിട്ടുന്നുണ്ട്, നമുക്കൊരു പോയിന്റ് കിട്ടുന്നുണ്ട്, നമുക്കൊരു റിവാർഡ് കിട്ടുന്നത്, നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത് ഏത് സമയത്താണ്, ഒരാളെ നശിപ്പിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് നമ്മൾ ഈ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ, നമ്മുടെ കോർ ആയിട്ടുള്ള മൈൻഡിനെ പഠിപ്പിക്കുന്നുണ്ട് ഇറ്റ്സ് നോർമൽ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ കാണുന്ന ആളുകളോ ഗെയിംസ് കളിക്കുന്നോ എല്ലാവരും കൊലവിളിക്കും എന്നുള്ളതല്ല. ബട്ട് ഇതൊക്കെ ചെറിയ രീതിയിലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഫ്രണ്ട്സ് എന്നുള്ളതാണ്. നമ്മളൊരു സമയത്തിനപ്പുറം നമ്മളെ പാരന്റ്സോ ടീച്ചേഴ്സോ എന്നതിലുപരി നമ്മളെ ഏറ്റവും കൂടുതൽ അഡ്വൈസ് എടുക്കുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ ഫ്രണ്ട്സ് ആണ്. അപ്പം നമ്മളൊരു 5 പേരെ സർക്കിൾ എടുക്കുകയാണ്, ആ 5 പേരിന്റെ ഒരു ആകെ തുകയായിരിക്കും നമ്മളെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കൂടെയുള്ള ആളുകൾ ബെറ്റർ ആണ് അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണെന്നുള്ളത് എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്ന 5 പ്രധാന ഘടകങ്ങളാണ്. ഒന്ന് നമ്മളെ പാരന്റ്സ് ആണ്, മറ്റൊന്ന് നമ്മളെ ടീച്ചേഴ്സ് ആണ്, ആൻഡ് നമ്മളെ ഫ്രണ്ട്സ് ആണ്, മറ്റൊന്ന് സോഷ്യൽ മീഡിയ വീഡിയോസ്, ആൻഡ് മറ്റൊന്ന് ഗെയിംസ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.